എല്ലാവർക്കും ഗാന്ധി ക്യൂസിലേക്ക് സ്വാഗതം. ചോദ്യം: ഗാന്ധിജിയുടെ പൂർണ്ണനാമം എന്താണ്? അഥവാ ഗാന്ധിജിയുടെ പൂർണ്ണ പേര് എന്താണ്? ഉത്തരം: മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നായിരുന്നു ഗാന്ധിജിയുടെ പൂർണ്ണമായ പേര്. ചോദ്യം: ഗാന്ധിജിയുടെ ജനനം എപ്പോൾ? അഥവാ ഗാന്ധിജിയുടെ ജനനം എന്നായിരുന്നു? ഉത്തരം: 1869 ഒക്ടോബർ 2 ഗാന്ധിജി ജനിച്ചത്. 1869 ഒക്ടോബർ 2. ചോദ്യം: ഗാന്ധിജി ജനിച്ചത് എവിടെ? അഥവാ ഗാന്ധിജിയുടെ ജനന സ്ഥലം ഏതായിരുന്നു? ഉത്തരം: ഗുജറാത്തിലെ പോർബന്ദർ. ഗുജറാത്തിലെ പോർബന്ദർ ആയിരുന്നു ഗാന്ധിജിയുടെ ജനന സ്ഥലം. കൂട്ടുകാർ ഈ ചോദ്യങ്ങൾ തീർച്ചയായും പഠിച്ചിരിക്കണം. ചോദ്യം: ഗാന്ധിജിയുടെ മാതാപിതാക്കൾ ആരെല്ലാമായിരുന്നു? ഗാന്ധിജിയുടെ മാതാപിതാക്കൾ ആരെല്ലാമായിരുന്നു? ഉത്തരം: പിതാവ് കരംചന്ദ് ഗാന്ധി, മാതാവ് പുത്ലിബായി. പിതാവ് കരംചന്ദ് ഗാന്ധി, മാതാവ് പുത്ലിബായി. ചോദ്യം: ഗാന്ധിജിയുടെ ഭാര്യയുടെ നാമം എന്താണ്? ഗാന്ധിജിയുടെ ഭാര്യയുടെ പേര് എന്തായിരുന്നു? ഉത്തരം: കസ്തൂർബ ഗാന്ധി. ഉത്തരം: കസ്തൂർബ ഗാന്ധി. ഗാന്ധിജിയുടെ ഭാര്യയുടെ പേര് കസ്തൂർബ ഗാന്ധി എന്നായിരുന്നു. ചോദ്യം: ഗാന്ധിജിയുടെ മക്കൾ ആരൊക്കെ? ഗാന്ധിജിയുടെ മക്കൾ ആരൊക്കെ? ഉത്തരം: 4 മക്കളായിരുന്നു ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നത്. ഹരിലാൽ, മണിലാൽ, രാമദാസ്, ദേവദാസ്. ഹരിലാൽ, മണിലാൽ, രാമദാസ്, ദേവദാസ്. കൂട്ടുകാർക്ക് പഠിക്കാൻ വളരെ എളുപ്പമുള്ള പേരുകളാണിത്. ചോദ്യം: ലണ്ടനിൽ നിന്നും ബാരിസ്റ്റർ പദവി നേടിയ വർഷം ഏതായിരുന്നു? ഗാന്ധിജി ലണ്ടനിൽ നിന്നും ബാരിസ്റ്റർ പദവി നേടിയ വർഷം? ഉത്തരം: 1888. ഇതും കൂട്ടുകാർക്ക് ഓർത്തിരിക്കാൻ എളുപ്പമായൊരു വർഷമാണ്, 1888. ചോദ്യം: ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ച സംഘടന ഏതായിരുന്നു? നമുക്കറിയാം ഗാന്ധിജി ഒരുപാട് കാലം ദക്ഷിണാഫ്രിക്കയിലായിരുന്നു. അവിടെ അദ്ദേഹം സ്ഥാപിച്ച സംഘടന? ഉത്തരം: നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ്. 1894 അത് സ്ഥാപിതമായത്. നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ്. ചോദ്യം: ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്നത് ഏതാണ്? ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്ന സ്ഥലം? ഉത്തരം: ദക്ഷിണാഫ്രിക്ക. നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഗാന്ധിജി ഒരുപാട് കാലം ദക്ഷിണാഫ്രിക്കയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ചോദ്യം: ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജിയെ ഇറക്കിവിട്ട റെയിൽവേ സ്റ്റേഷൻ ഏതായിരുന്നു? ദക്ഷിണാഫ്രിക്കയിൽ ഒരു ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ ഗാന്ധിജിയെ ഒരു ഇംഗ്ലീഷുകാരനെ ഇറക്കി വിട്ടിരുന്നു. ആ റെയിൽവേ സ്റ്റേഷൻ്റെ പേരെന്തായിരുന്നു? പീറ്റർ മാരിറ്റ്സ്ബർഗ്. പീറ്റർ മാരിറ്റ്സ്ബർഗ്. ചോദ്യം: ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ച ആശ്രമം? ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ച ആശ്രമം? ഉത്തരം: ഒന്നാമത്തേത് ഫീനിക്സ് സെറ്റിൽമെൻറ്റ് 1904, രണ്ടാമത്തേത് ടോൾസ്റ്റോയ് ഫാം 1910. ചോദ്യം: ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷം ഏതായിരുന്നു? ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷം? ഉത്തരം: 1915 ജനുവരി 9. 1915 ജനുവരി 9 ഗാന്ധിജി തിരിച്ചെത്തിയത്. ചോദ്യം: 2003 മുതൽ ജനുവരി 9 ദേശീയ എന്ത് ദിനമായി ആണ് ആചരിക്കുന്നത്? പ്രവാസി ഭാരതീയ ദിനം. കാരണം അന്നാണ് ജനുവരി 9 എന്ന് ഉദ്ദേശിക്കുന്നത് ഗാന്ധിജിയുടെ തിരിച്ചുവരവിനെയാണ് സൂചിപ്പിക്കുന്നത്. പ്രവാസി ഭാരതീയ ദിനം. ചോദ്യം: ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം ഏതായിരുന്നു? ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം ഏതായിരുന്നു? ഉത്തരം: ബീഹാറിലെ ചമ്പാരനിലായിരുന്നു ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം. ബീഹാറിലെ ചമ്പാരൻ. ചോദ്യം: ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. 1917 ഏപ്രിൽ 15 ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. 1917 ഏപ്രിൽ 15 ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം. കൂട്ടുകാർക്കുള്ള കമൻറ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? എന്തിനു വേണ്ടിയാണ് ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്? കൂട്ടുകാർ ഇതിൻ്റെ ഉത്തരം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.